അസ്സലാമു അലൈക്കും. സെയ്റ വന്ന് ഫൈസിയോട് കാര്യങ്ങൾ പറയുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നുപോയി. അവൻ്റെ കണ്ണുകൾ അടുക്കളയിലേക്ക് പോയവളെ തിരഞ്ഞു. വൈകുന്നേരം ചായകുടിയും കഴിഞ്ഞാണ് സെയ്റയും കുടുംബവും തിരികെ പോകാൻ ഇറങ്ങിയത്. ഫൈസിയെയും ആലിയെയും മക്കളെയും എല്ലാവരെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടാണ് അവർ പോകാൻ ഇറങ്ങിയത്. ഉച്ചക്കത്തെ സംഭവത്തിന് ശേഷം ഫൈസി പിന്നെ അപ്പോഴാണ് ആലിയെ കാണുന്നത്. അതും ഫൈസിയുടെ കണ്ണിൽ പെടാതിരിക്കാൻ എന്നോണം ഫാസിലാക്ക് മറവിൽ മറഞ്ഞു നിൽക്കുകയാണ്. ഫൈസി അവൾ നിൽക്കുന്നിടത്തേക്ക് ഒന്ന് നോക്കിപ്പോയി. ആലിയുടെ ഒരു നോട്ടം പോലും ഫൈസിയുടെ നേരെ പോയില്ല. അവൾക്കെന്തോ ആ സംഭവത്തിന് ശേഷം വല്ലാത്തൊരു മാനസിക വിഷമം അനുഭവപ്പെട്ടു. സെയ്റയും ഫാമിലിയും പോയതിന് പുറകെ തന്നെ ഫൈസിയും അഫിമോനും കൂടി ബുള്ളറ്റിൽ കയറിപ്പോയി. പോകുന്നതിന് മുമ്പേ ഫാസിലയോടത്ത് വൈകിട്ടത്തെ ഫുഡ് പുറത്തുനിന്നും വാങ്ങിക്കൊണ്ട് വരാമെന്നും പറഞ്ഞിരുന്നു. പൊടിമോനും ആ കൂടെ പോകാൻ ഒരുപാട് ബഹളം വെച്ചു. പള്ളിയിൽ കയറി മഗ്‌രിബ് നമസ്കാരം കൂടി കഴിഞ്ഞേ വരൂ, മോൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. വാപ്പ വേഗം വരാമെന്ന് ഒരുവിധം സമ്മതിപ്പിച്ചിട്ടാണ് അവർ പോയത്. അവരിങ്ങ് പോയതും മക്കൾ മൂന്നാളും വീണ്ടും കളിക്കാൻ തുടങ്ങി. മിസ്രിയമോളും ഐഷയും പൊടിമോനും തമ്മിലിപ്പോൾ വലിയ കൂട്ടായി. മിസ്രിയമോളുടെ സ്നേഹവും കെയറിങ്ങുമൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് പൊടിമോന്. മക്കൾ കളിക്കുന്നത് നോക്കി ഫാസിലയും മാലിയും കുറച്ചു നേരം ലിവിങ് ഏരിയയിലിരുന്നു. പിന്നെ രണ്ടാളും മുറ്റത്തേക്കിറങ്ങി. ആലിക്ക് ഇവിടെ മക്കളെ നാലാളെയും കൂടി നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മുറ്റത്തെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുന്നതിനിടയിലാണ് ഫാസിലയാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത്. ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഇത്താ, അവർ കുഞ്ഞല്ലേ, അവരെ നോക്കാൻ എന്താ പാട്? ആലി വേഗം തന്നെ മറുപടി പറഞ്ഞു. അതല്ലടാ, രാവിലെ സ്കൂളിലേക്ക് നാലാൾക്കും പോകാനുള്ളതല്ലേ. ഇവിടെ മക്കളൊന്നും രാവിലെ എണീക്കുക പോലുമില്ല. എല്ലാവരെയും തട്ടി വിളിച്ചുണർത്തി വിടുമ്പോൾ തന്നെ ഒരുപാട് നേരമാവും. മുൻപ് ഇവിടെ ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു. സഫീന ഉള്ളപ്പോൾ ഇവിടെ ഒരു മാമി ജോലിക്ക് വരാറുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചവൾ തന്നെ അവരോട് വരണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉമ്മച്ചിയുള്ള സമയത്ത് സെർവൻ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പാവം ഉമ്മച്ചി എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. എത്ര വയ്യെങ്കിലും ഉമ്മാക്കാരെയും നിർത്തിയൊന്നും ചെയ്യിക്കുന്നത് ഇഷ്ടമല്ല. ഉമ്മയുടെ ഓർമ്മയിൽ ഫാസിലാക്ക് കണ്ണി നിറഞ്ഞു. ആലിക്കും. എങ്കിൽ അവരുടെ പോയ കാലത്തെക്കുറിച്ച് ആലിക്ക് ഓരോന്നായി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയവൾ. ഇക്കാക്ക് വിവാഹം കഴിച്ച് സഫീന വന്നപ്പോഴും അങ്ങനെ തന്നെ. സഫീന വന്ന് അന്നു മുതലേ കുറച്ച് ജാടയുള്ള കൂട്ടത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പെണ്ണ് കാണാൻ ചെന്നപ്പോൾ ഉള്ളതുപോലെയൊന്നുമല്ല. വിവാഹം കഴിഞ്ഞപ്പോൾ ഇക്കാക്കയെ മാത്രം മതി. അങ്ങനെ ഒരു രീതിയിൽ അവൾ ജീവിതം തുടങ്ങി. സത്യം പറയാലോ, എനിക്കത് കണ്ട് ദേഷ്യം തോന്നിയെങ്കിലും അവരുടെ ഒരു കാര്യത്തിലും ആവശ്യമില്ലാതെ ഇടപെടണ്ട എന്ന് ഉമ്മ നിർബന്ധം പറഞ്ഞു. ഉമ്മാക്ക് അടുക്കളയിൽ വലിയ സഹായങ്ങളൊന്നും ചെയ്തു കൊടുക്കാറില്ല. ഉമ്മ വേവിച്ച് വെക്കുന്നത് സമയാസമയം വന്ന് കഴിക്കും. പിന്നെ ഫോണിൽ നോക്കി റൂമിലിരിക്കും. അതൊക്കെയായിരുന്നു അവളുടെ പൊതുവെയുള്ള സ്വഭാവം. ഉമ്മാക്ക് ഒന്നിനും പരാതിയില്ലായിരുന്നു. ഉമ്മ ഒരു പാവമായിരുന്നു ആലി. ഒരു വിതുമ്പലോടെ പറഞ്ഞു കഴിഞ്ഞ് ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു വിട്ടു ഫാസില. പിന്നെ തന്നെ നോക്കി സങ്കടത്തോടെ നിൽക്കുന്നവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവർ വീണ്ടും മുറ്റത്തോടെ നടന്നു തുടങ്ങി. സഫീന വന്നതിന് ശേഷം എൻ്റെ ഉമ്മ കുറച്ച് കഷ്ടപ്പെട്ടു ആലി. എങ്കിലും ഉമ്മ ഇക്കാക്കയ്ക്ക് വേണ്ടി എല്ലാം സഹിച്ചു. ഇക്കാക്ക വിവാഹം കഴിച്ച് സമാധാനത്തോടെ ജീവിക്കണമെന്നത് ഉമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. ഒന്നിൻ്റെ പേരിലും എൻ്റെ മക്കളാരും ദുഃഖിക്കരുത് എന്ന് ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചു. എന്നോട് പലപ്പോഴും ഉമ്മ അത് പറഞ്ഞിരുന്നു. ഞങ്ങളോട് വലിയ സ്നേഹമായിരുന്നു ഇക്കാക്കയ്ക്ക്. അവൾക്ക് അതൊന്നും പിടിക്കില്ല. ഞങ്ങളോടൊക്കെ സ്നേഹം കാണിക്കുമ്പോൾ അവൾക്ക് കുശുമ്പായിരുന്നു. എന്നെയും ഉമ്മയെയും കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇക്കാക്കാൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഞങ്ങളെക്കുറിച്ച് മാത്രമല്ല, എൻ്റെ വല്യക്കാക്കാനെക്കുറിച്ചും ഭാര്യനെക്കുറിച്ചും വരെ പറയാൻ തുടങ്ങി. വല്യക്കാക്കാൻ്റെ ഭാര്യ ഒരു പാവാണ്, എന്നിട്ട് അവരെയും വെറുതെ വിട്ടില്ല. സത്യം പറയാലോ, പലപ്പോഴും ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും ഇക്കാക്ക തുറന്നു പറയാറുണ്ടായിരുന്നു. കാരണം ഇക്കാക്കാക്ക് അറിയാം ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ല എന്ന്, അവളോട് അങ്ങനെ സംസാരിക്കാറില്ല എന്നൊക്കെ. ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന്. പക്ഷേ അവൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിനെ ചൊല്ലി ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു സംസാരം ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളെ പരസ്പരം മനസ്സിലാക്കിയാണ് ജീവിച്ചത്. ഉമ്മ അവൾ വന്ന ശേഷം ഇക്കാക്കാൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് അകലം പാലിച്ചു. അതിനിടയിൽ അവർക്ക് മക്കളുണ്ടായി. ഇക്കാക്ക ഗൾഫിലും നാട്ടിലുമായി നിന്നുപോയി. പിന്നീട് എപ്പോഴാണ് അവളുടെ സ്വഭാവം മാറി തുടങ്ങിയതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ഷംനാദിൻ്റെ കാര്യം? ആ കാര്യം ഉമ്മ അറിഞ്ഞതോടെ അവൾക്ക് ഉമ്മാനോട് വലിയ വൈരാഗ്യമായി.
അവളെ ഇക്കാക്കയിൽ നിന്നും അകറ്റാൻ വേണ്ടി എൻ്റെ ഉമ്മ അവളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കിയാണെന്ന് അവൾ ഇക്കാക്കാനോട് കരഞ്ഞു പറഞ്ഞു. എൻ്റെ ഉമ്മ തെറ്റിക്കാരിയായി. നിനക്കറിയോ ആലി, ആ കാര്യത്തിൽ ഉമ്മ ഒരുപാട് വേദനിച്ചു. എൻ്റെ ഉമ്മയെ കണ്ണീര് കുടിപ്പിച്ചിട്ട് അവൾ ഒരുപാട് ചിരിച്ചു. പക്ഷെ ഉമ്മാൻ്റെ കണ്ണീര് വീണ ശാപം അവളുടെ തലക്ക് മുകളിൽ ഉണ്ടായിരിക്കും. ഉമ്മയെപ്പോലും സങ്കടപ്പെടുത്തിക്കൊണ്ട് ഇക്കാക്ക മക്കൾക്ക് വേണ്ടി അവളെ തിരിച്ച് സ്വീകരിച്ചതാണ്. എന്നിട്ടും അവൾ മറ്റൊരു കുഴിയിലേക്ക് വീണ്ടും ചെന്ന് ചാടി. എൻ്റെ ഉമ്മാൻ്റെ കണ്ണീര് വീണ ഈ വീട്ടിൽ ജീവിക്കാനുള്ള ഭാഗ്യം അവൾക്ക് പടച്ചോന് അനുവദിച്ചിട്ടില്ലായിരിക്കാം. അതിന് മാത്രം എൻ്റെ ഉമ്മയെ അവൾ വേദനിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നീ നോക്ക്, വീണ്ടും ഒരു അവിഹിതത്തിൽ ചെന്ന് പെട്ടവൾ. എൻ്റെ ഇക്കാക്ക അത്രയ്ക്ക് നട്ടലില്ലാത്തവനാണെന്ന് അവൾ കരുതി കാണും. പിന്നെയും എൻ്റെ ഇക്കാക്കയും ഞങ്ങളെയും പറ്റിച്ച് ഇവിടെ ജീവിക്കാമെന്നവൾ കരുതി കാണും. പക്ഷെ എല്ലാം കണ്ടും കേട്ടും മുകളിൽ ഒരാളുണ്ടല്ലോ, അതവൾ മറന്നു പോയി കാണും. നിനക്കറിയോ ആലി, എൻ്റെ വാപ്പ എന്തോ ഭാഗ്യത്തിനാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വാപ്പാക്ക് ഷുഗറൊക്കെ കൂടി മിക്കവാറും ദിവസങ്ങളിൽ ഹോസ്പിറ്റലിലായിരുന്നു. ആഹാരം എത്ര കൺട്രോൾ ചെയ്ത് കഴിച്ചാലും ഷുഗർ കൂടും, അല്ലെങ്കിൽ ഒരുപാട് കുറയും. ഞാനാണ് മിക്കവാറും ദിവസങ്ങളിൽ വാപ്പയുമായി ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അവൾക്ക് ഹോസ്പിറ്റലിൻ്റെ സ്മെല്ലൊന്നും പിടിക്കില്ല. ഇവിടെ ആരുമില്ലാതിരുന്ന സമയത്ത് ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് പിന്നീട് മക്കൾ പറഞ്ഞറിയുമ്പോൾ ഞങ്ങൾ ആകെ തകർന്ന് തരിപ്പണമായി പോയടി. എന്തായാലും ഒരുപാട് കാലമൊന്നും ഞങ്ങളെ പറ്റിക്കാൻ പഠിച്ചവൻ അവളെ അനുവദിച്ചില്ല. അവളുടെ ഒളിച്ചോട്ടം ഇക്കാക്കയും മക്കളെയും ഒരുപാട് വേദനിപ്പിച്ചു. അതിലൂടെ അപമാനം സഹിച്ചു. എങ്കിലും ഇവിടെ നിന്ന് അവൾ പോയത് കൊണ്ട് ഒരുപാട് സമാധാനമുണ്ട്. നിന്നെ ഞങ്ങൾക്ക് കിട്ടിയല്ലോ. എൻ്റെ ഇക്കാക്കാക്കും മക്കൾക്കും നല്ലൊരു ജീവിതം കിട്ടും. നിന്നെപ്പോലൊരു സ്വഭാവശുദ്ധിയുള്ള പെണ്ണിനെയാണ് എൻ്റെ ഇക്കാക്കാക്ക് റബ്ബ് വിധിച്ചത്. സെഫീന ഈ വീട്ടിൽ വന്നിട്ട് ഒരുപാട് അഹങ്കരിച്ചു. അവൾ കാണിച്ച അഹങ്കാരത്തിനുള്ള ശിക്ഷ അവൾക്ക് നേരിട്ട് പടച്ചോൻ തന്നെ കൊടുത്തു. അല്ലെങ്കിൽ നീയൊന്ന് നോക്ക് ആലി, ഈ വീട്ടിൽ എന്താണൊരു കുറവ്? ഇത്ര വലിയൊരു വീടും അതിനുള്ള സുഖസൗകര്യങ്ങളും കാറും ബേക്കും സ്നേഹനിധിയായ ഭർത്താവും 3 മക്കളുണ്ടായിട്ടും അവൾക്ക് പിന്നെ എന്തിൻ്റെ കൊഴുപ്പായിരുന്നു? മറ്റൊരുത്തിനെ കൂടി വീട്ടിൽ കയറ്റി അവിഹിതം ഉണ്ടാക്കി അവളായി അവളുടെ ജീവിതം നശിപ്പിച്ചു. സത്യം പറയാലോ ആലി, എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് അവളെ കാണണം ആലി. അന്ന് എൻ്റെ ഇക്കാക്കയുടെ കൂടെ നീ ഉണ്ടാവണം. എൻ്റെ ഇക്കാക്കയുള്ള സന്തോഷത്തോടുള്ള ജീവിതം കണ്ടവൾ ഞെട്ടണം. ദേഷ്യവും വിഷമവും സങ്കടമൊക്കെ ചേർന്ന് പലതരം വികാരങ്ങളാൽ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവസാനം വാശിയോടെ ആലിയെ നോക്കി ഫാസില അങ്ങനെ കൂടി പറയുമ്പോൾ അവളൊരു പിടച്ചിലൂടെ കണ്ണുകൾ ദൂരേക്ക് നോക്കിയിരുന്നു. ഇനിയൊരു ജീവിതം, അതും ഭർത്താവിൻ്റെ കൂടെ, ഇനിയൊരു പുരുഷൻ്റെ കൂടെ ജീവിക്കാനുള്ള ശരീരശുദ്ധിയൊന്നും എനിക്കില്ല ഇത്ത. മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിതം തിരഞ്ഞെടുത്തത്, ഉള്ളാലെ അവൾ പറഞ്ഞു. അല്ലെങ്കിലും ആൾക്കും എന്നെ ഇഷ്ടമല്ലല്ലോ. വിവാഹം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും വല്ലാത്തൊരു അപരിചിത്വം നിലനിൽക്കുന്നു. അടുക്കാൻ വേണ്ടിയല്ല, കൂടുതൽ അകലം പാലിക്കാൻ വേണ്ടി തന്നെയാണ് ആളും ശ്രമിക്കുന്നത്. ഞാനായിട്ടൊരു ശല്യമായി അങ്ങോട്ട് ചെന്ന് കയറില്ല. ഫാസില പറഞ്ഞത് കേട്ടതും ഫൈസിയെക്കുറിച്ചുള്ള ചിന്തകളുമായി അങ്ങനെ നിന്നവൾ. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് പള്ളിക്കകത്തെ ഒരു സൈഡിലായിരിക്കുകയാണ് ഫൈസിയും മോനും. നമസ്കാരം കഴിഞ്ഞ് ആളുകളൊക്കെ പോയി തുടങ്ങി. ഫൈസിക്ക് മോനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെങ്ങനെ തുടങ്ങണമെന്ന് അറിയാതെ അങ്ങനെ ഇരിക്കുകയാണത്. മോനും അറിയാം വാപ്പ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന്. അവനതും പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ വാപ്പ ഒന്നും മിണ്ടുന്നില്ല എന്നത് അവനെയും കൺഫ്യൂഷനാക്കി. തൻ്റെ ഭാഗത്ത് നിന്നൊരു തെറ്റുണ്ടായത് അവനെയും വിഷമിപ്പിക്കുന്നുണ്ട്. വാപ്പച്ചി എന്തെങ്കിലും പറഞ്ഞാൽ അവനും സമാധാനമായേനെ. ഒടുവിൽ അഫി തന്നെ ഫൈസിയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. ആ കൈകൾ പിടിച്ചെടുത്തു. വാപ്പച്ചി, പെട്ടെന്ന് നമ്മളെ ഉപേക്ഷിച്ച് പോയവരുടെ കാര്യം പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു പോയി. അവരെപ്പോലെ ഒരാളെ നമുക്കിനി വേണ്ട വാപ്പ. ഉമ്മയെപ്പോലെ കാണണമെന്ന് പറഞ്ഞു. എൻ്റെ ഉമ്മയെപ്പോലെ കാണാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ഉമ്മ ഏറ്റവും സ്വഭാവം മോശക്കാരിയാണ്. അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് പോകുമോ ഉമ്മ? അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു പോയി വാപ്പ. അപ്പോൾ ഞാൻ അറിയാതെ എങ്ങനെ ചെയ്തതാണ്, അല്ലാതെ അവരെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. സോറി. ഒടുവിൽ ക്ഷമാപണം പോലെ ഫൈസിക്ക് മുന്നിൽ മനസ്സ് തുറന്നവൻ പറഞ്ഞു. ഫൈസിക്ക് സമാധാനമായി. തൻ്റെ മോനാണ്, ചെയ്തത് തെറ്റാണെന്ന് അവന് ബോധ്യമാണല്ലോ, അത് മതി. ഞാൻ അങ്ങോട്ട് ആലിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടാൽ അവനും വിഷമമാവുമെങ്കിലോ എന്നൊരു ഭയമായിരുന്നു ഇതുവരെ.
മറ്റിരുത്തി വന്ന് കയറിയതോടെ അവരോടുള്ള സ്നേഹവും ഇഷ്ടവുമൊക്കെ വാപ്പാക്ക് കുറഞ്ഞു പോയോ എന്ന് മോൻ തെറ്റിദ്ധരിച്ചാലോ എന്നൊരു പേടിയായിരുന്നു ഇതുവരെയുള്ളിൽ. സ്വന്തം ഉമ്മ ഉപേക്ഷിച്ചു പോയ മക്കളാണ്. താളം തെറ്റിയ മനസ്സാണ്. അവർ പല രീതിയിലും ചിന്തിക്കാം. പക്ഷെ അവൻ തന്നെ ഞെട്ടിക്കുകയാണ്. തന്നേക്കാൾ കൂടുതൽ കാര്യബോധ്യമുള്ളവനാണെന്ന് തോന്നിപ്പോകും ചിലപ്പോഴൊക്കെ അവൻ്റെ സ്വഭാവം കാണുമ്പോൾ. ഈ പ്രായത്തിലും അവൻ്റെ ശരിതെറ്റുകളെ മനസ്സിലാക്കാൻ അവന് കഴിയുന്നുണ്ട്. ഉച്ചയ്ക്ക് ആലിയയ്ക്ക് നേരെ ഉണ്ടായ അവൻ്റെ ദേഷ്യവും ആ പ്രവൃത്തിയും ഓർക്കവേ അവൻ്റെ കണ്ണ് നിറഞ്ഞു. ഫൈസിയുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നവൻ. ഫൈസിയുടെ കൈകൾ അവൻ്റെ തലയിലൂടെ തഴുകി നടന്നു. ദീർഘനേരം അവരെങ്ങനെ ഇരുന്നു. സാരില്ല, എൻ്റെ മോനെ മനസ്സിലായല്ലോ ചെയ്തത് തെറ്റാണെന്ന്. നമ്മുടെ തെറ്റുകളെ തിരിച്ചറിയാൻ ഉള്ള കഴിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതെൻ്റെ മോനുണ്ടല്ലോ, വാപ്പച്ചിക്ക് നിന്നെ മനസ്സിലാവും. പിന്നെ ഇപ്പോൾ എന്നോട് പറഞ്ഞ സോറി ഉണ്ടല്ലോ, അതെപ്പോഴെങ്കിലും നീ ഒന്ന് ഓക്കെ ആയ ശേഷം അവരോട് പറയണം കേട്ടോ. നിങ്ങളെ നോക്കാൻ വേണ്ടിയാണ് വാപ്പച്ചി അവരെ വിവാഹം കഴിച്ചത്. നമ്മൾ കാരണം മറ്റൊരാളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് 2 ദിവസമാണ് ആയത്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് മാനസികമായിട്ട് അവർക്കൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല. മോനൊരു സോറി പറഞ്ഞാലേ അവർക്കും അത് സമാധാനമാവും. നമ്മുടെ ജീവിതം ഇനി മുന്നോട്ട് പോകുന്നത് അവരിലൂടെയാണ്. പതിയെ പതിയെ മനസ്സുകൊണ്ട് നിങ്ങൾ അവരെ അംഗീകരിക്കണം, സ്നേഹിക്കണം. അഫിമോനെ ഒട്ടുമേ വേദനിക്കാതെ ഓരോ കാര്യങ്ങളും ശാന്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഫൈസിയുടെ മുന്നിൽ ഒരു നിഴൽ വെളിച്ചം പോലെ ആലിയയുടെ മുഖം തെളിഞ്ഞു വന്നു. തലേ ദിവസം തൻ്റെ റൂമിൽ കിടന്ന റിങ്ങളുടെ മുഖത്തിന് ഇന്ന് പക്ഷേ തെളിച്ചം കുറവായിരുന്നു. ഇശാ നമസ്കാരം കഴിഞ്ഞ് ഏകദേശം 9 മണിയോടടുത്തപ്പോഴാണ് ഫൈസിയും മോനും തിരികെ വീട്ടിലെത്തുന്നത്. അപ്പോഴും എത്ര പറഞ്ഞിട്ടും തീരാത്ത വിശേഷങ്ങളുമായി ഫാസില ആലിക്കൊപ്പം ഇരിക്കുകയായിരുന്നു. നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളുമായി ഫാസില പറയുന്നതിനൊക്കെ മൂളി ആലി കേട്ടിരിക്കും. വാപ്പച്ചി വന്നേ. ഫൈസിയുടെ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടതും വിളിയോടെ ആദ്യം ഇറങ്ങിയോടിയത് പൊടിമോനാണ്. പോർച്ചിലേക്ക് ബുള്ളറ്റ് കയറ്റി നിർത്തിയതും അവൻ ഓടി ഫൈസിയുടെ അടുത്തെത്തി. ദാ, എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. അവർക്കായി വാങ്ങിയ ചോക്ലേറ്റ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഫൈസി പറഞ്ഞു. കൊടുക്കാം വാപ്പച്ചി, തലയെന്നാട്ടി കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ടവൻ കയ്യിൽ കിട്ടിയ ചോക്ലേറ്റുമായി തിരിഞ്ഞോടി. അഫിമോനും ഫൈസിയും ഫുഡും എടുത്തുകൊണ്ട് പുറകെ വീട്ടിലേക്ക് കയറി. അവിടെ മിഠായി പങ്കുവെക്കാനുള്ള തിരക്കാണ്. എല്ലാവരും വന്നേ. ചോക്ലേറ്റ് പിന്നെ കഴിക്കാം, ആദ്യം ആഹാരം കഴിക്കേ. ഇല്ലേ, ഇത് വാങ്ങിക്കൊണ്ടെന്നൊക്കെ ബാക്കിയാവും. അതോടെ കുട്ടികൾ ഒന്ന് അടങ്ങി. എല്ലാവരും കൈയും കഴുകി കഴിക്കാനിരുന്നു. ഫൈസിയുടെ വാപ്പയും ഇരുന്നു. ആലി അടുക്കളയിൽ നിന്നും കഴിക്കാനുള്ള പാത്രങ്ങളും മറ്റു ഗ്ലാസുകളും ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൾക്ക് പുറകിലാരെ വന്നു നിൽക്കുന്നത് പോലെ തോന്നിയത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അഫിമോനാണ്. നിലത്തേക്കും പിന്നെ അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി നിൽക്കുകയാണ്. മറ്റാരും അടുക്കളയിലില്ല. പെട്ടെന്ന് അവനെ അവിടെ കണ്ടവൾ അവനെ നോക്കി നിന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഞാനപ്പോൾ പെട്ടെന്ന് വിഷമം വന്നതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്, സോറി. അത്രയും പറഞ്ഞുകൊണ്ടവൻ തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും ആലി വേഗം അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. മോനെ. നിലത്തേക്ക് മുട്ടുകാലിൽ കുത്തിയിരുന്നവൾ അവൻ്റെ മുഖത്തേക്ക് 2 കൈകളും ചേർത്ത് പിടിച്ചു. മോനെ, ഞാൻ വിഷമിപ്പിച്ചിട്ടല്ലേ? നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല മോനെ. എനിക്കും മോൾക്കും ആരുമില്ല. ഇനി മുതൽ നിങ്ങളാണ് ഞങ്ങളുടെയും കൂട്ട്. നിങ്ങളാണ് ഞങ്ങളുടെയും ബന്ധുക്കൾ. അവൾക്ക് സഹോദരങ്ങളായി നിങ്ങൾ മാത്രമാണുള്ളത്. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഒരുമിച്ച് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ ജീവിക്കണം. മോനെ സങ്കടപ്പെടുത്തിയതിൽ എനിക്കും വിഷമമുണ്ട് കേട്ടോ. മോൻ സോറി ഒന്നും പറയണ്ട കേട്ടോ. എല്ലാം ശരിയാവും. മോൻ സന്തോഷമായിട്ടിരിക്കെ. വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ടവൾ അവൻ്റെ നെറുകയിലൊരു മുത്തം കൊടുത്തു. അവൻ്റെ കറുത്ത് കരിവാളിച്ച പോയ മുഖവും കുഴിഞ്ഞ കണ്ണുകളും നിരാശ മുറ്റിയ നോട്ടമൊക്കെ കാണവേ ആലിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു. ആ മുഖത്തേക്ക് 1-2 മുത്തങ്ങൾ കൂടി കൊടുക്കവേ അവൻ വേഗം തിരിഞ്ഞു നടന്നു. അവൻ്റെ വരവറിഞ്ഞതും അടുക്കളയുടെ ഭാഗത്ത് അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു നിന്ന ഫാസിലയും ഫൈസിയും വേഗം അവിടെ നിന്നും മാറിക്കളഞ്ഞു. അഫിമോനും കഴിക്കാൻ വന്നിരുന്നു. ആലി, വാ, നമുക്കും ഇവിടെ കൂടെ ഇരിക്കാം. ആലി മാത്രം അടുക്കളയിൽ തന്നെ നിൽക്കുന്നത് അറിഞ്ഞതും ഫാസില നീട്ടി വിളിച്ചു. ആ വിളിയും പറച്ചിലും കേട്ടതും ആലിക്ക് മടി തോന്നി അവരോടൊപ്പം വന്നിരിക്കാൻ. എന്ത് ചെയ്യാൻ, മറുത്തൊന്നും പറയാൻ വയ്യ. നിറഞ്ഞ കണ്ണുകൾ ഒന്നമർത്തി തുടച്ചവൻ. അഫിമോൻ വന്നത് പറഞ്ഞു പോയതോടെ നെഞ്ചിലെന്തോ കനത്തിരുന്നത് മാറിയതുപോലെ. അവൻ വന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല അവൾക്കും അവനോട് സംസാരിക്കാൻ പറ്റിയത് വല്ലാത്തൊരു ആശ്വാസമായി തോന്നി അവൾക്ക്.
ഷാളിൻ്റെ തുമ്പുയർത്തി മുഖമൊന്ന് അമർത്തി തുടച്ച് ഹാളിലേക്ക് നടന്നവൾ. എല്ലാവരും അവളെ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവളും ചെന്ന കൂടെയിരുന്നു. ഫാസിലയാണ് എല്ലാവർക്കും ആഹാരം വിളമ്പിയത്. ഫൈസിക്കൊപ്പം മുഖാമുഖം ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ ആലിയക്കാകെ ഒരു വീർപ്പ് മുട്ടലാണ്. ഒരു ഉരുള പോലും നേരെ ചൊവ്വെ കഴിക്കാൻ കഴിയാതവൾ ഞെരിപ്പൊലി കൊണ്ടു. മിസ്രിയമ്മോളും ഐഷവും മാത്രം നല്ല ഹാപ്പിയായിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് പൊടിമോൻ്റെ വായിലേക്ക് ഓരോ കുഞ്ഞുരുളയും വെച്ച് കൊടുക്കുന്നുണ്ട് മിസ്രിയമ്മോള്. അവൾ വന്നതിൽ പിന്നെ പൊടിമോൻ എപ്പോഴും കൂട്ട് മിസ്രിയമ്മോളോടാണ്. അവളും അവൻ്റെ വലിയ ഇത്താത്ത എന്നുള്ള സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷത്തിലാണ്. ചുറ്റിലും ഒന്ന് നോക്കിക്കൊണ്ട് ആലിയ മുഖം താഴ്ത്തുമ്പോഴേക്കും അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയെന്നോണം ഫൈസി വേഗം കഴിച്ചെഴുന്നേറ്റു. ഇത്ര പെട്ടെന്ന് കഴിച്ചെണീറ്റോ? ഇക്കാക്കാക്ക് മതിയോ? കുറച്ചുകൂടി കഴിക്കിക്കാക്ക. ഫാസില ചോദിക്കുമ്പോൾ മതിയെന്ന് ഫൈസി കൈ ഉയർത്തിക്കാണിച്ച് വാഷിംഗ് ഏരിയയിലേക്ക് പോയി. ആലി ഒരു ദീർഘശ്വാസം മുതിർത്തു. ഫാസില അവളെ നോക്കിയെന്ന് കളിയായി ചിരിച്ചതും ആലി കണ്ണുകൾ താഴ്ത്തി. അന്ന് മക്കളെല്ലാവരും ഫാസിലയുടെ അടുത്താണ് കിടന്നത്. ഫൈസിയുടെ റൂമിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആലിക്ക് തലേ ദിവസത്തേതുപോലെ വല്ലായ്മ തോന്നി. റൂമിനകത്തേക്ക് കയറാനും വയ്യ, കയറാതിരിക്കാനും വയ്യ. അവിടെ നിന്നും താളം ചവിട്ടുന്നവളെ കണ്ട് ഫാസില നോക്കി പേടിപ്പിക്കുമ്പോൾ റൂമിനകത്തേക്ക് കയറാതെ നിവൃത്തിയില്ലാതായിപ്പോയി ആലിയക്ക്. ഒടുവിൽ ചാരിയിട്ടിരിക്കുന്ന റൂമിൻ്റെ ഡോർ മെല്ലെ തുറന്ന് അകത്തേക്ക് കയറിയവൾ. ഫൈസി റൂമിനകത്തില്ലായിരുന്നു. റൂമിൽ ആകമാനം ഒന്ന് നോക്കിയ ശേഷം ബാൽക്കണി തുറന്ന് അവിടെയും നോക്കി. അവിടെയും അവനില്ലെന്ന് കണ്ടതും ആശ്വാസത്തോടെ ബെഡിൻ്റെ ഒരറ്റത്തേക്ക് വന്നിരുന്നു. അവൾ അവിടെ ഇരുന്ന നിമിഷം തന്നെ ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് കയ്യിലൊരു ടവൽ കൊണ്ട് മുടിയൊന്ന് തുടച്ചുകൊണ്ട് ഫൈസി അകത്തേക്ക് കയറി. ആലി പതർച്ചയോടെ തിരിഞ്ഞിരുന്നു പോയി. അന്നേരം ഒരു മുണ്ട് മാത്രമാണ് ഫൈസിയുടെ വേഷം. കട്ടിലിൽ ഇരിക്കുന്നവളെ കണ്ടതും കയ്യിലുണ്ടായിരുന്ന ടവല് കൊണ്ട് ചുമൽ മറച്ചു. കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് മുടിയൊന്ന് ചീകൊതുക്കിയിട്ട് അലമാറ തുറന്നൊരു ടീഷർട്ടും എടുത്തിട്ടു. പിന്നീട് നേരെ ബാൽക്കണിയിലേക്ക് പോയവൻ. അപ്പോഴേക്കും റൂമിൻ്റെ ഡോറും തള്ളി തുറന്നുകൊണ്ട് പൊടിമോൻ ഓടിക്കയറി വന്നു. റൂമിൽ ഫൈസി ഇല്ലെന്ന് കണ്ടതും ആലിയെ തന്നെ നോക്കി നിന്നവൻ. അവളും മോനെ നോക്കിയെന്ന് ചിരിച്ചു. മോൻ വാ. കൈ കാണിച്ചിടത്തേക്ക് വിളിച്ചെങ്കിലും ഇല്ലെന്നവൻ തല തലിപ്പിച്ചു. എൻ്റെ വാപ്പ. വാശിയോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടവൾ ബാൽക്കണിയിലുണ്ടെന്ന് പറഞ്ഞു. ഫൈസി അപ്പോഴേക്കും അകത്തേക്ക് കയറി വന്നു. ഞാനിന്ന് വാപ്പാൻ്റെ കൂടെ കിടന്നോട്ടെ ചോദിച്ചു കൊണ്ടവൻ ഓടിച്ചെന്ന് ഫൈസിയെ കെട്ടിപ്പിടിച്ചു. അതിനെന്താ, കിടക്കാലോ. അവനെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ഫൈസി കട്ടിലിൻ്റെ നേർക്ക് നടന്നു വരുമ്പോൾ ആലി കട്ടിലിൽ നിന്ന് എണീറ്റു. മോനെ ബെഡിൽ കിടത്തിയിട്ട് എണീറ്റ് നിൽക്കുന്ന ആലിയയുടെ നേർക്കൊന്ന് നോക്കി ഫൈസി. താനും കിടന്നോ? അത്രമാത്രം പറഞ്ഞുകൊണ്ട് പൊടിമോനോടൊപ്പം ഫൈസിയും കയറി കിടന്നു. 1-2 നിമിഷം കൂടി അങ്ങനെ നിന്ന ശേഷം ആ കട്ടിലിൻ്റെ ഒരിത്തിരി സ്ഥലത്തേക്ക് അവളും സ്ഥാനം പിടിച്ചു. അവൾ കിടന്ന ശേഷമാണ് ഫൈസി റൂമിലെ ലൈറ്റ് ഓഫാക്കിയത്. ഡിം ലൈറ്റിൻ്റെ ഇത്തിരി വട്ടത്തിൽ ആ 3 രൂപങ്ങളും നേർത്ത നിശ്വാസങ്ങൾ മാത്രം ഉയർന്നു കേട്ടു. കിടന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പൊടിമോൻ തിരിഞ്ഞ് ആലിയെ നോക്കും. അത്രയും വലിയൊരു കട്ടിലിൻ്റെ അങ്ങേ തിരക്കിലാണ് അവൾ കിടക്കുന്നത്. ആലിയയും ഇടയ്ക്കൊക്കെ അവനെ നോക്കുമെങ്കിലും ഫൈസി അവിടെ കിടക്കുന്നത് കൊണ്ട് അവൾക്ക് അധിക നേരമൊന്നും അങ്ങോട്ട് നോക്കാനും വയ്യ. ഒടുവിൽ എപ്പോഴോ പൊടിമോനും ആലിയും ഉറങ്ങിപ്പോയി. അപ്പോഴേക്കും അവരിലേക്ക് മാത്രം കണ്ണുകൾ നിറച്ചുകൊണ്ട് ഇനിയും ഉറങ്ങാനാവാതെ ഓർമ്മകളുടെ ഭാരവും പേറി ഫൈസി കിടന്നു. ആലിയയുടെ സ്ഥാനത്ത് അവന് വീണ്ടും സെഫീനെ ഓർമ്മ വന്നു. മക്കൾ ഇതുപോലെ തൻ്റെ അടുത്തേക്ക് ഒട്ടിച്ചേർന്ന് കിടക്കുമ്പോൾ എൻ്റെ കൂടെ കിടക്കാനായി അവളും വാശി പിടിക്കാറുണ്ട്. ഒടുവിൽ മക്കളെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഉറങ്ങാതെ കാത്തിരുന്നതിൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് പതുങ്ങിക്കിടന്നിരുന്നവളാണ്. ഇന്ന് ഏത് ലോകത്താണെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അന്നവൾ തന്നോട് കാണിച്ച സ്നേഹമൊക്കെ കള്ളമായിരുന്നു എന്നോ? ഇനി എത്ര കാലം എടുക്കണം ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ? ഇനിയും അണയാത്ത നീറുന്ന ഓർമ്മകളുടെ ഭാരവും പേറിയവൻ കണ്ണുകൾ പൂട്ടി വെറുതെ കിടന്നു. പാതിരാത്രി ഒരു ഉറക്കം ഉറങ്ങി എണീച്ചതാണ് ഷംനാദ്. കണ്ണൊന്ന് തിരുമ്പി നോക്കുന്നേരം അടുത്ത് കിടക്കുന്നവളെ കണ്ടു. അവൾ നല്ല ഉറക്കത്തിലാണെന്ന് അറിഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. അപ്പോഴും വിട്ടുമാറാത്ത മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ്റെ കൈകൾ അവളുടെ ദേഹമാകെ പരതി നടന്നു. അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും ഗാഢമായ നിർദ്ദയിലായിരുന്ന സെഫീന പിടഞ്ഞുണർന്നു. അവളുടെ ദേഹത്തൂടെ ഒഴുകി നടക്കുന്ന അവൻ്റെ കൈകളെ തട്ടിയെറിഞ്ഞു. തൊട്ടുപോരി തന്നെ. ചാടി എണീച്ചവൾ അവന് നേരെ ചീറി. പെട്ടെന്നുള്ള അവളുടെ പ്രതികരണത്തിൽ അവനൊന്ന് പകച്ചുപോയി. അതെന്താ ഞാൻ തുടരുതെന്ന് പറയാൻ? നിനക്കിവിടെ വേറെ ആരെങ്കിലും സെറ്റായോ?
അവളുടെ പ്രവൃത്തിയിൽ ദേഷ്യം വന്നവൻ പരിഹാസത്തോടെ ചോദിച്ചു. അത് കേട്ട് സഫീന വെറുപ്പോടെ മുഖം തിരിച്ചു. എന്താടി, കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. നിനക്കിപ്പോൾ എന്താ ഇത്രയും തിളപ്പ്? മുൻപ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഓരോ ദിവസം ഓരോ നിമിഷവും നിനക്കായിരുന്നല്ലോ ആവേശം, തൊടാനും പിടിക്കാനും. അതിനു വേണ്ടി സ്വന്തം മക്കളെ പോലും വീട്ടിൽ നിന്ന് നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടില്ലേ? നിൻ്റെ ഗൾഫുകാരൻ ഭർത്താവിൻ്റെ വാപ്പാക്ക് എത്ര ദിവസം നീ ഉറക്കഗുളിക ആഹാരത്തിൽ ചേർത്ത് കൊടുത്ത് ഉറക്കി കിടത്തിയിട്ടുണ്ട്. അത് മാത്രമോ? അതും പോരാഞ്ഞിട്ട് അയാൾക്ക് എത്രയോ ദിവസം നീ മരുന്ന് പോലും കൂട്ടിയും കുറച്ചും ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അയാൾ ആ വീട്ടിൽ നിന്ന് തന്നെ ഓടിച്ച് ഹോസ്പിറ്റലിൽ എത്രയോ ദിവസം അഡ്മിറ്റ് ആക്കിയില്ലേ? എന്നിട്ട് എന്നെ നീ രാപ്പകലില്ലാതെ ആ വീട്ടിൽ വിളിച്ചു കയറ്റിയില്ലേ? വെറുപ്പോടെ മുഖം തിരിച്ചിരുന്ന അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് വീണ്ടും പരിഹാസത്തോടെ ഷംനാദ് ചോദിക്കുമ്പോൾ സഫീനയുടെ മുഖം വിളറി വെളുത്തുപോയി. അതുവരെ പുലിയെപ്പോലെ ചീറി വന്നവൾ സർവ്വശക്തിയും ചോർന്നതുപോലെ ഇരിക്കുന്നത് കണ്ടവൻ പരിഹാസത്തോടെ ഒന്ന് ഉറക്കെ ചിരിച്ചു. ആ കിളവൻ്റെ ആയുസിൻ്റെ ബലം ഒന്നുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നീ കാണിച്ചു കൂട്ടിയത് വെച്ച് നോക്കുമ്പോൾ അങ്ങേരെ എന്നേ മണ്ണിനിടയിൽ പോകേണ്ടതാ. എന്നിട്ടിപ്പോൾ അവൾ വലിയ ശീലാവധി ചമയുന്നു. അവന് ദേഷ്യമടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അവനെ വെറുപ്പോടെ തട്ടിമാറ്റുമ്പോൾ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു. ഇനി അങ്ങനെ വിടാൻ ഉദ്ദേശമില്ലെന്ന് പോലെ എന്തിനും തയ്യാറായി നിന്നവൻ. അതുമാത്രോ, നിന്റെ പുന്നാരെ കെട്ടിയവന് ഫൈസി വിളിക്കുമ്പോൾ ഒക്കെയും എൻ്റെ കൂടെ കിടന്നിട്ടില്ലേടി നീ അവനോട് കൊഞ്ചിക്കൊഴിഞ്ഞ് തേനൂർന്ന ശബ്ദത്തിൽ സംസാരിച്ചത്? അതൊക്കെ നീ ഇത്ര വേഗം മറന്നുപോയോ? എന്നിട്ടിപ്പോൾ എല്ലാവരെയും ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നിട്ട് നിനക്ക് മടുപ്പ് തോന്നിത്തുടങ്ങിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്നെക്കാളും നല്ല ആരെങ്കിലും നിനക്കിവിടെ സെറ്റായി കിട്ടിയോ? അതാണോ നിനക്കിപ്പോൾ എന്നെ കാണുമ്പോൾ ഒരു തരം ദേഷ്യവും വിഷമവും? പിന്നെയും ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാതെ അവൻ വാശിയോടെ ഓരോന്ന് വിളിച്ചു കൂവുമ്പോൾ സഫീന അവൻ്റെ കയ്യിൽ കിടന്നൊന്ന് കുതറി. അവളിലുള്ള പിടിവിടാതെ അവനും, ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ആ തമിഴൻ ശെൽവരാജ് ഇവിടെ വന്ന് നിന്നെ തൃപ്തിപ്പെടുത്തി പോകാൻ തുടങ്ങിയോ? എന്നേക്കാൾ നല്ലത് അയാളാണെന്ന് തോന്നിത്തുടങ്ങിയോ നിനക്ക്? അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു കൊണ്ടവൻ മുരണ്ടു. അവളാകെ ഭയന്ന് വിറച്ചു. ആദ്യമായിട്ടാണ് അവനിൽ ഇങ്ങനെയൊരു ഭാവം അവൾ കാണുന്നത്. അയാൾക്ക് നിൻ്റെ മേലെ ഒരു നോട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് പല പ്രാവശ്യം നിന്നെ കിട്ടുന്ന കാര്യവും ചോദിച്ചു. അങ്ങനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പറഞ്ഞേക്കണം. നിൻ്റെ ഗൾഫുകാരൻ കിട്ടിയെന്ന് ചതിച്ച് എന്നെ കയ്യും കലോശം കാട്ടി മയക്കി നിൻ്റെ വരുതിയിലാക്കി നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്നെക്കൊണ്ട് സാധിപ്പിച്ച് എന്നിട്ട് ഞാൻ കൊള്ളാമെന്ന് തോന്നിയപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നതുപോലെ എന്നെ ചതിച്ചിട്ട് മറ്റൊരുത്തിൻ്റെ കൂടെ പോകാമെന്ന് നീ കരുതിയാലുണ്ടല്ലോ, വെട്ടി നുറുക്കിക്കളയും നിന്നെ ഞാൻ. ഈ ഷംനാദ് അലറുകയായിരുന്നു. വർദ്ധിച്ച ദേഷ്യത്തിൽ അവൻ്റെ കണ്ണുകൾ ചുവന്നു. സഫീനയുടെ കവിളലുകൾ പൊട്ടിപ്പോകും വിധം അമർത്തിപ്പിടിച്ചവൻ വേദന സഹിക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നിനക്ക് ഷംനാദിനെ ശരിക്കറിയില്ല. ജീവനോടെ നിന്നെ ഞാൻ കത്തിച്ച് കളയും പുന്നാര മോളെ നിന്നെ. അവൻ കട്ടിലേക്ക് തള്ളിയിട്ട് കൊണ്ടവൻ അലറി. സഫീന കട്ടിലിൽ കിടന്ന് പൊട്ടി കരയുമ്പോൾ ഷംനാദ് അതീവ ദേഷ്യത്തോടെ അവളെ നോക്കിയിരുന്നു. നിൻ്റെ ഈ കള്ളക്കരിച്ചിൽ കാട്ടി എന്നെ മയക്കാമെന്നൊന്നും കരുതണ്ട. നീ ആരാ മോളെന്ന് നേരിട്ട് കണ്ടവണാന്ന് ഞാൻ. ശെൽവരാജും നീയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോടി? സത്യം പറയടേ. വീണ്ടും അവൾക്ക് നേരെ അലറിക്കൊണ്ടവൻ പാഞ്ഞെടുത്തു. ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു ഷംനാദ്. അവൻ്റെ ആ വരവ് കണ്ട് ഭയന്നുകൊണ്ട് സഫീന കട്ടിലിൽ നിന്നും മറുവശത്തേക്ക് വേഗത്തിൽ ചാടിയിറങ്ങി. അവളെ എത്തിപ്പിടിക്കാൻ തുടങ്ങിയ ഷംനാദിൻ്റെ കയ്യിൽ നിന്നും അവൾ പെട്ടെന്ന് വഴുതി മാറി. കട്ടിലിൻ്റെ മറുവശത്തേക്ക് ഇറങ്ങി നിന്നവൾ അവൻ കുത്തിപ്പിടിച്ച വേദനിപ്പിച്ച കവിളിലും ഇരു കൈകളും ചേർത്ത് പിടിച്ച് നോക്കി നിന്നു. എനിക്ക് മറ്റാരുമായി ഒരു ബന്ധമില്ല. നീയല്ലാതെ എൻ്റെ മനസ്സിലിപ്പോൾ വേറെ ഒരാളുമില്ല. കണ്ണൂരിലൂടെ പറയുമ്പോഴും അവളുടെ വാക്കുകളിൽ വല്ലാത്തൊരു അഹന്ത നിറഞ്ഞു നിന്നു. മുൻപില്ലാതിരുന്ന ഭയം ഇപ്പോൾ അവനെ കാണുമ്പോൾ സഫീനയുടെ ഉള്ളിൽ ഉടലെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവനെ വെറുപ്പിച്ചാൽ ചിലപ്പോൾ തന്നെ കൊല്ലാനും മടിക്കില്ലവൻ എന്നൊരു ചിന്തയും അവളെ വരിഞ്ഞു മുറുക്കി. മുൻപത്തെ പോലെയല്ല, അവൻ്റെ സ്വഭാവമാകെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. മുൻപ് ഏതു നേരം സ്നേഹവും പ്രേമവും പുന്നാരവും ചൊരിഞ്ഞവൻ ഇപ്പോൾ നിസ്സാര കാര്യങ്ങൾക്കാണ് കടിച്ചു കീറി തിന്നാൻ വരുന്നത്. ഫൈസിക്ക് പോലും എന്നെ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത്രമേൽ ഓമനിച്ചിരുന്നവൻ, മോളെന്നും മുത്തെന്നും കണ്ണയെന്നും കരളയെന്നും വിളിച്ചിരുന്നവൻ ഇപ്പോൾ വിളിക്കുന്നത് മുഴുത്ത ചീത്തയാണ്. ഇപ്പോൾ തോന്നുന്നത് ഫൈസിക്ക ഇന്നോളം തൻ്റെ നേർക്ക് മോശമായൊരു വാക്ക് പോലും ഉപയോഗിച്ചിരുന്നില്ല എന്നാണ്.
തേനും പാലും വാക്കുകളിൽ ഒഴുക്കിവിടുന്നത് മാത്രമല്ല യഥാർത്ഥ സ്നേഹം. താൻ ആഗ്രഹിച്ചതെന്തും നിമിഷനേരത്തിനുള്ളിൽ തൻ്റെ കൈകളിലെത്തിക്കാൻ മലയാളത്തിൽ വെന്തിരിക്കുന്നതിനിടയിൽ അയാൾ ആ വാക്കുകൾ മറന്നുപോയതാവും. താനിത് സ്നേഹമില്ലായ്മയെന്ന് വിധിയെഴുതി. സ്നേഹം മാത്രം കൂട്ടിക്കുഴച്ച് ചവച്ചരച്ചാൽ ജീവിതം മുന്നോട്ട് പോകില്ലല്ലോ. അതിന് സാമ്പത്തികവും ആവശ്യമാണ്. സാധാസമയം തൻ്റെ മേൽ സ്നേഹം ചൊരിഞ്ഞ ഷംനാദിനൊപ്പം താൻ അവിടെ നിന്നും ഇറങ്ങിപ്പോരുമ്പോൾ ഭർത്താവിൻ്റെ കഷ്ടപ്പാടിൻ്റെ നല്ലൊരു ശതമാനവും കൊണ്ടാണ് ഇറങ്ങിയത്. 1 വർഷം തികഞ്ഞില്ല. അതിനിടയിൽ അതെല്ലാം തീർന്നു. പണമില്ലാതെ ആയതോടെയാണ് ഷംനാദിൻ്റെ ദേഷ്യവും തുടങ്ങിയത്. അപ്പോഴാണ് അവൻ്റെ ചക്കര വാക്കുകളൊക്കെ നിലച്ചു പോയത്. പകരം തന്തയും തള്ളയും കൂട്ടി തെറിവിളി തുടങ്ങിയത്. അപ്പോൾ സ്നേഹം എന്നാൽ തേനൂറുന്ന വാക്കുകൾ മാത്രമല്ല, ഭാര്യയും മക്കളും അഭിമാനത്തോടെ സന്തോഷത്തോടെയും മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കുന്നത് കാണാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവൻ്റെ ഉള്ളിലായിരുന്നു ആത്മാർത്ഥമായ സ്നേഹം. ഞാനത് തിരിച്ചറിയാൻ വൈകി. തിരിച്ചറിവിൻ്റെ ആദ്യപടി ചവിട്ടുകയായിരുന്നു സഫീന. അവൾക്കുള്ളിൽ ഒരു തരം പുകച്ചിൽ അനുഭവപ്പെട്ടു. കണ്ണുകൾ നിറഞ്ഞു. ഓ ഓ പിന്നെ ഞാൻ മാത്രമാണ് ഇപ്പോഴും നിൻ്റെ ഉള്ളിൽ. അല്ലടി, നീ എന്തിനാ കളവ് പറയുന്നത്? നീ ഇതല്ല ഇതിനപ്പുറം പറയും. എൻ്റെ ശരീരത്തിൽ ചുറ്റി വരിഞ്ഞ് കിടന്നുകൊണ്ടാണ് നീ പലപ്പോഴും നിൻ്റെ ഭർത്താവ് ഫൈസിയോട് ഐ ലവ് യു ഇക്കാന്ന് പറഞ്ഞത്. ഇക്ക എൻ്റെ ജീവനാണെന്ന് പറഞ്ഞ് തള്ളി മറിച്ചത്. ഞാനിത് എത്ര പ്രാവശ്യം കേട്ടതാ. അന്നൊക്കെ നീ അവനെ പറ്റിച്ച് അടക്കി ചിരിച്ചത് ഞാനെത്ര കേട്ടതാണ്. എന്നിട്ടിപ്പോൾ നീ പറയുന്ന പച്ചക്കള്ളം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഞാൻ നിൻ്റെ ഫൈസിക്കല്ലടി. വേണ്ടുവോളം പരിഹാസവും പുച്ഛവും നിറച്ചുകൊണ്ടവൻ അവളെ നോക്കി ചിറികൂട്ടി. അവളെ കയ്യിൽ എത്തി വലിഞ്ഞു പിടിക്കാനും ഒരു ശ്രമം നടത്തി. സഫീന പുറകിലേക്കൊന്ന് ചാടിപ്പോയി. നീ എൻ്റെ കൂടെ നാട് ചുറ്റിക്കാണാൻ ഇറങ്ങിയതൊന്നല്ലല്ലോ. നിൻ്റെ ശരീരത്തിൻ്റെ ദാഹം തീർക്കാൻ ഇറങ്ങി വന്നവളല്ലേ. ഇത്ര പെട്ടെന്ന് നിനക്ക് മതിയായോ? അങ്ങനെ വരാൻ വഴിയില്ല. നിൻ്റെ ഭ്രാന്ത് ഞാൻ തീർത്താലും തീരില്ല. ഇവിടെയുള്ള അവന്മാരും പറഞ്ഞു തുടങ്ങി. നീ എൻ്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന കേസല്ലെന്ന്. എന്നേക്കാൾ തണ്ടും തടയുമുള്ള ഫൈസിയുടെ കയ്യിൽ നീ ഒതുങ്ങിയില്ല. പിന്നെയാണ് എന്നെപ്പോലെ ചീള് ചെറുക്കാൻ അല്ലേ? ഞാനിപ്പോൾ നിനക്ക് മതിയാകുന്നില്ല അല്ലേടി? അവൻ അലറി. ശെൽവരാജിനെ എന്നേക്കാൾ കൂടുതൽ എന്തെങ്കിലും അറിയാമായിരിക്കും. എൻ്റെ കൂടെ കിടക്കുമ്പോൾ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഫൈസിക്ക് ഇതൊന്നും അറിയില്ലല്ലോ എന്ന്. കുറച്ച് ദിവസങ്ങളായി സഫീനെ കാണിക്കുന്ന ശാരീരിക അകലം ഷംനാദിനെ ഭ്രാന്തി പിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ കൂടെ കിടന്നാണ് സഫീന ഫൈസിയെ പറ്റിച്ചത്. അതുപോലെ തന്നെയും കബളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഷംനാദിനെ നിരന്തരം സംശയമാകാൻ തുടങ്ങി. അവിടെയുള്ള അവൻ്റെ പുതിയ കൂട്ടുകാർ അതിനുള്ള എരിവും കയറ്റാൻ തുടങ്ങി. അവർ സ്ഥിരം വാങ്ങിക്കൊടുക്കുന്ന മദ്യവും ഒരു ദിവസം സഫീനയെ അവർക്ക് കൂടെ കൊടുക്കുമോ എന്നുള്ള കളിയാക്കിയുള്ള ചോദ്യങ്ങളും അവനെ കൂടുതൽ സഫീനയെ സംശയിക്കാനുള്ള കാരണമായി. ഉള്ളിൽ കിടക്കുന്ന മദ്യത്തിൻ്റെ ലഹരിയിൽ വായിൽ വന്നതൊക്കെയും ഷംനാദി വിളിച്ചു കൂവുമ്പോൾ കൂർത്ത അസ്ത്രങ്ങളായി സഫീനക്ക് മേൽ അവ പതിച്ചുകൊണ്ടേയിരുന്നു. ഷംനാദിൻ്റെ ഓരോ വാക്കുകളിലും സഫീന പിടഞ്ഞു. ഒരു വേള ലോകം മൊത്തം അവൾക്ക് മുന്നിൽ കറങ്ങും പോലെ അവൾക്ക് തോന്നി. ഭൂമി പിളർന്ന് താഴേക്ക് പോകാൻ കൊതിച്ചു പോയവൾ. എങ്കിലും മനോധൈര്യം വീണ്ടെടുത്തവൾ അവന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം തുടർന്നു. നീ എന്തൊക്കെയാണ് ഷംനാദെ പറയുന്നത്? നിന്നെ എനിക്ക് മടുത്തെന്നോ? ഒരിക്കലുമല്ല. നിന്നോട് എനിക്ക് സ്നേഹമാണ്. പക്ഷേ സ്ഥിരമായി നീ മദ്യപിക്കുന്നതും ആവശ്യമില്ലാതെ എന്നെ ചീത്ത വിളിക്കുന്നതുമൊക്കെയാണ് എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. ഈ മദ്യത്തിൻ്റെ നാറ്റം മണക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും. നീ എന്തിനാ എല്ലാ ദിവസവും ഇങ്ങനെ മദ്യപിക്കുന്നത്? നിൻ്റെ നശിച്ച കള്ളുകുടി കാരണമാണ് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നത്. ഇനി മദ്യപിക്കരുത്. എനിക്ക് നീയല്ലാതെ വേറെ ആരാ? ഞാൻ നിൻ്റെ കൂടെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വന്നവളല്ലേ. അവളുടെ ആ സംസാരത്തിൽ അലറി വിളിച്ചു നിന്നവൻ ഒന്നടങ്ങി. എങ്കിലിപ്പോൾ നിന്നെ എനിക്ക് വേണം, പഴയതുപോലെ. എന്നെ നീ സ്നേഹിക്കണം. എനിക്ക് മതി വരെയുള്ള നിന്നെ അനുഭവിക്കണം. അടക്കി നിർത്താൻ കഴിയാത്ത അഭിനിവേശത്തിൽ അവൾക്ക് നേരെ കൈകൾ നീട്ടിയവൻ. അവൻ്റെ കണ്ണുകളിൽ കാമം മാത്രമാണെന്ന് സഫീന തിരിച്ചറിഞ്ഞു. അവന് ആവശ്യമുള്ളപ്പോഴൊക്കെ താൻ വഴങ്ങി കൊടുക്കേണ്ടി വരുമെന്ന് നെട്ടിലോട് തിരിച്ചറിഞ്ഞു. അല്ലാത്ത പക്ഷം കഴിഞ്ഞുപോയ പല കാര്യങ്ങളും പറഞ്ഞ് തന്നെ അവൻ വാക്കുകളാൽ കൊല്ലാക്കൊല ചെയ്യുമെന്നും മനസ്സിലാക്കിയിരുന്നു സഫീന ആ നിമിഷം. നീയല്ലേ എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്? നിൻ്റെ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യം തന്നത്? നിൻ്റെ ശരീരത്തിൽ തൊഴാൻ അവസരം തന്നത്? നിൻ്റെ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ ഓതിക്കേൾപ്പിച്ചത്? എനിക്ക് വേണ്ടി നിൻ്റെ മക്കളെ നിൻ്റെ അടുക്കൽ നിന്ന് മാറ്റിയത്? ഫൈസിയുടെ ഫോൺ കോളുകൾ അവഗണിച്ചത്? കട്ടാക്കി വിട്ടത്? അങ്ങനെ എത്ര അവസരങ്ങളാണ് എനിക്ക് ഒരുക്കി തന്നത്. എന്നിട്ടിപ്പോൾ എന്നെ മാറ്റി നിർത്തിയാൽ ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും സഫീന? അവൻ നീട്ടിയ കൈകളിലേക്ക് വന്ന് ചേരാതെ നിൽക്കുന്നവളെ നോക്കി വീണ്ടും അവനത് പറയുമ്പോൾ
ചുട്ടുപൊള്ളുന്ന ഉടലും മനസ്സുമായവൾ അതിവേഗം അവൻ്റെ അടുക്കിലേക്ക് ചെന്നു. അവൻ്റെ ഓരോ ആഗ്രഹങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുമ്പോൾ ഇനിയൊരിക്കലും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് തന്നെ അവൻ കുത്തി നോവിക്കരുത് എന്നത് മാത്രമായിരുന്നു അവളുടെ ആഗ്രഹം. എല്ലാം തൻ്റെ മേൽ മാത്രം കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണവൻ. ശരിയാണ്, അവൻ പറയുന്ന ഓരോരോ വാക്കുകളും ശരിയാണ്. ഞാനൊരു ഉമ്മയായിരുന്നു, ഒരു ഭാര്യയായിരുന്നു. അവനെ തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തത് ഞാനാണ്. തൻ്റെ നിലയെന്തെന്ന് മറന്നു മക്കളെ മറന്നു, ഭർത്താവിനെ മറന്നു, കുടുംബത്തെ മറന്നു, മാതാപിതാക്കളെ മറന്നു, വന്നു ചേരുന്ന നാണക്കേടിനെ മറന്നു. സർവ്വതും വിസ്മരിച്ചുകൊണ്ട് ഒരു മഹാപാപത്തിന് ഞാൻ വഴി തെളിയിച്ചു കൊടുത്തു. സർവ്വ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിൻ്റെ അകക്കെട്ടിൽ നിന്നും ഞാൻ പുറത്തേക്ക് ചാടിയിറങ്ങി. ഇപ്പോൾ രണ്ടു കൈയും വിട്ടൊരവസ്ഥയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. സഫീന അവൾക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന അതിഭീകരമായ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് കണ്ണു തുറച്ച് നിന്നുപോയി. അപ്പോഴേക്കും ഷംനാദ് അവളിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.